മഹാനഗര ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വേരുകൾ പുതിയ തലമുറയിൽ എത്രത്തോളം ആഴത്തിൽ പടരുന്നു? മലയാള ഭാഷയുടെ സംരക്ഷണത്തിലും പ്രചാരണത്തിലും മലയാളം മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമാണ്? പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായിരുന്ന മുരുകൻ കാട്ടാക്കടയുമായി ന്യൂ ബോംബെ കൾച്ചറൽ സെന്റർ ഭാരവാഹികളും മുംബൈ മലയാളം മിഷൻ പ്രവർത്തകരും നടത്തിയ സംവാദ പരിപാടിയിലാണ് ഈ വിഷയങ്ങൾ ചർച്ചയായത്. ഭാഷയും സംസ്കാരവും തലമുറകളിലേക്ക് കൈമാറുന്നതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിയ സംവാദത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. നമസ്കാരം. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ ഇടപെടലുകൾ നടക്കുന്ന നഗരമാണ് മുംബൈ. മുംബൈയിൽ മലയാളം മിഷൻ ആരംഭിച്ചിട്ട് ഒരു ദശാബ്ദം പിന്നിടുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ പുതിയ തലമുറയിൽ പ്രകടമാകുന്നത്. അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. നമുക്കൊപ്പം മലയാളം മിഷൻ മുൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കുടയുണ്ട്. എങ്ങനെ തോന്നുന്നു നമ്മളുടെ മുംബൈയിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം? മുംബൈയിൽ മാത്രമല്ല, ആഗോള തലത്തിൽ മലയാളം മിഷൻ വലിയ ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും മാതൃകയാണല്ലോ. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നോക്കിയാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മാറി നിൽക്കുന്ന ഒരു പ്രദേശമായി കേരളം നിലനിൽക്കുന്നതിന് കാരണം പല കാര്യത്തിലും നമ്മൾ മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്തെ ജീവിക്കുന്ന എല്ലാ മലയാളിയും സ്വന്തം ഭാഷയിൽ ഭാഷാ തുല്യത നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃക ലോകത്തൊരു ഗവൺമെന്റും ചെയ്യുന്നില്ല. സ്വന്തം ബഡ്ജറ്റിൽ നിന്ന് കാശ് മുടക്കി പ്രവാസ ലോകത്ത് മാതൃഭാഷ പഠിപ്പിക്കുന്ന ഒരു സംരംഭം ലോകത്തിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റും ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്നത് കേരള സർക്കാർ മാത്രമാണ്. അതാണ് മലയാളം മിഷൻ. അപ്പൊ ഞാൻ ഇവിടെ പല പ്രാവശ്യം മലയാളം മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലാക്കുന്ന കാര്യം, കുട്ടികൾ ഭാഷ അഭിമാനപൂർവ്വം പ്രയോഗിക്കുന്നു അവരുടെ ജീവിതത്തിൽ, അവരുടെ സർഗാത്മകതയ്ക്ക് വേണ്ടിയെല്ലാം എന്ന് വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. വലിയ അഭിമാനമാണ്. ഇവിടെ നല്ല ഭാഷാ പ്രവർത്തകരുണ്ട്. മുംബൈയിലെ മലയാളം മിഷൻ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവും വളരെ മാതൃകാപരമാണ്. മുംബൈ മുന്നോട്ട് വെച്ച ഒരു പുതിയ കാര്യമുണ്ട്, ഗൃഹസന്ദർശനമാണ്. അവര് നിഷ്കാമമായി ഈ ഭാഷാ പ്രവർത്തകരാണ് മലയാളം മിഷന്റെ പിന്നിലുള്ളവർ. അവര് ഒരു പൈസയുടെ പ്രതിഫലമില്ലാതാണ്. ആ ഭാരവാഹികളും അധ്യാപകരും എല്ലാം വീടാന്തരം കയറി ഇറങ്ങി, മുംബൈയിലെ മലയാളി കുടുംബങ്ങളെല്ലാം കയറി ഇറങ്ങി മലയാളം മിഷന്റെ പ്രാധാന്യത്തെ അവരെ ബോധ്യപ്പെടുത്തി അവിടെയെല്ലാം ഉള്ള കുഞ്ഞുങ്ങളെ ഭാഷയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ചാപ്റ്ററാണ് മലയാളം മിഷന്റെ മുംബൈ ചാപ്റ്റർ. ന്യൂ ബോംബെ കൾച്ചറൽ സെന്ററിന്റെ ആശയം തന്നെ പുതുതലമുറയെ നേതൃത്വ പദവിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഈ സാംസ്കാരിക സംഘടന പടർന്ന് പന്തലിച്ച് ബോംബെയിൽ നിന്ന് ഏറ്റവും നല്ല സംഘടനയായിട്ട് മാറിയിരിക്കുന്നത്. ഞങ്ങൾ അതിനുള്ള അവസരം അവർക്ക് കൊടുക്കുകയാണ്. ശക്തമായ ഒരു യൂത്ത് വിങ് ഇതിനുണ്ട്, ശക്തമായ ഒരു വനിതാ വിഭാഗമുണ്ട്. മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന പ്രവാസികളെ പോലെ അല്ല ഒരു പരിധിവരെ മലയാളി പ്രവാസി. ഭാഷയോട് അത്രയ്ക്ക് വലിയൊരു മമത കാണിക്കുന്ന രക്ഷിതാക്കളല്ല. സ്വന്തം മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന താൻ നിൽക്കുന്ന പ്രവാസ ലോകത്ത് നിന്ന് ഉയർന്ന പ്രവാസ സാധ്യതകളെ കണ്ടെത്തുക, പൊതുവായ മലയാളി സ്വഭാവത്തിൽ വളരെ കൂടി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷയിൽ അഭിരമിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭത്തെയും അഭിമാനത്തോടെ പ്രയോഗിക്കുക എന്നത് നമ്മുടെ ഒരു രീതിയല്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനോട് അവർ വന്നു കഴിഞ്ഞാൽ, അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. നമ്മളോടൊപ്പം മലയാളം മിഷന്റെ അധ്യാപിക കൂടിയുണ്ട്, ഈ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള മിഷനിൽ വന്നതിൽ കൂടിയായിരിക്കാം ഞാനൊരു പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്താൻ എനിക്ക് സാധിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താന്ന് വെച്ചാൽ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ പോലെ വനിതകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വലിയൊരു കാര്യമാണത്. കാരണം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടില് ചടഞ്ഞുകൂടി പോകേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ ആഴ്ചയിലും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിവും കിട്ടും. അതോടൊപ്പം കുട്ടികളുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത വേറെയുണ്ട്. പറയാലോ, ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് വേണമല്ലോ അവർ എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് സ്റ്റേൺ ആയിട്ട് നിന്ന് സംസാരിക്കാനായാലും ക്ലാസ് എടുക്കാനായാലും ഒരു കഴിവ് ലഭിച്ചത് മലയാള മിഷനിൽ കൂടെ തന്നെയാണ്. മലയാളം മിഷന്റെ മുംബൈ ചാപ്റ്റർ സെക്രട്ടറി വനിതയാണ്. വനിതാ ശാക്തീകരണത്തിന് ഈ മലയാളം മിഷൻ പ്രവർത്തനം ലോകം മുഴുവൻ ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രതിഫലിച്ച കൂടാതെ ലോകം മുഴുവൻ ഈ ഭാഷയ്ക്ക് അധ്യാപകരായി വരുന്നതിൽ കൂടുതലും വനിതകളാണ്. ഈ മലയാളം മിഷൻ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കുള്ള കണക്കനുസരിച്ച് 8,000 അധ്യാപകരുണ്ട്. ഇപ്പോൾ 85% അധ്യാപകരും വനിതകളാണ്. ഇതൊരു ഡിജിറ്റൽ യുഗമാണല്ലോ. അപ്പോൾ ഈ അധ്യാപകർക്കും പഠിതാക്കൾക്കും ഈ ഒരു മാറ്റത്തിലൂടെ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ, എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അല്ല, ഞങ്ങളിപ്പോ നല്ല കൃത്യമായ ഭാഷ വിജ്ഞാന നിർമ്മിതി എന്ന് പറയുന്ന പാഠ്യ രീതി അനുസരിച്ച്
നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈ സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ആദ്യം അക്ഷരം, പിന്നെ വാക്ക്, പിന്നെ വാക്യങ്ങൾ, പിന്നെ ആശയം എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വിജ്ഞാന നിർമ്മാണമാണ്. ആദ്യം ഒരു ആശയം ഉണ്ടാവുന്നു, ആ ആശയത്തിൽ നിന്ന് വാക്യങ്ങൾ ഉണ്ടാവുന്നു, ആ വാക്യങ്ങളിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തുന്നു, ആ വാക്കുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അക്ഷരം കണ്ടുപിടിക്കുന്നു. ആ അർത്ഥത്തിലേക്കുള്ള ഒരു വിജ്ഞാന നിർമ്മാണ രീതിയാണ് മലയാളം മിഷൻ കരിക്കുലം ചെയ്യുന്നത്. അത് ആ അർത്ഥത്തിൽ തന്നെ നടത്താൻ ഡിജിറ്റലായിട്ടൊക്കെ ചെയ്യുന്നതിന് അതിൻ്റെതായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റത്തിലൂടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ അധ്യാപകര്, ഞങ്ങളുടെ മലയാളം മിഷനിൽ ലോകം മുഴുവനുള്ള അധ്യാപകര് ക്ലാസ് മുറിയിൽ ക്ലാസ് റൂം എക്സ്പീരിയൻസ് നൽകിക്കൊണ്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. 10 വർഷം ആണ് കോഴ്സിന്റെ കാലാവധി. ആ 10 വർഷക്കാലവും നന്നായി പഠിച്ച് ഗംഭീരമായി, കേരളത്തിലെ മക്കളെക്കാൾ ഗംഭീരം, ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഗംഭീരമായി ഭാഷ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ മലയാളം മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഏത് മുതിർന്ന ആളിനും ഞങ്ങളുടെ കോഴ്സ് കയറാം. ഓൺലൈൻ ഒരു കോഴ്സ് ഉണ്ട്, പിന്നെ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് BMOOC എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതിൽ കയറി സ്വയം നമുക്ക് പഠിക്കുകയും ഇവാലുവേഷൻ നടത്തുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യാവുന്ന സിസ്റ്റം പാരലായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മലയാളം മിഷൻ നടപ്പാക്കിയിരിക്കുന്നത് ജൈവസമ്പൂർണമായ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ഭാഷ സ്വന്തം ജീവിതത്തിൽ നിന്ന് ആർജിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പൊ അതിനൊരു ചില തടസ്സങ്ങളൊക്കെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് തേർഡ് ജനറേഷനിലെ മക്കൾ, ഉദാഹരണത്തിന് ഇവിടെ തന്നെ മുംബൈയിൽ തന്നെ ജനിച്ച് വളർന്ന അച്ഛനമ്മമാർ, അവരുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ അവർ കുറെ കൂടെ അങ്ങോട്ട് അകലുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ മണവും സൗന്ദര്യവും മമതയും എല്ലാം അവരിലേക്ക് എത്തിപ്പിക്കുന്നതിന് നമ്മുടെ അധ്യാപകർ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പോലും അവർ അതിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ആ ധാരയിലൂടെ അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സാങ്കേതിക വിദ്യയുടെയും സഹായം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും തനതായ വിദ്യാഭ്യാസ രീതിയിൽ തന്നെയാണ് മലയാളം മിഷൻ. കാരണം മലയാളം മിഷന്റെ ലക്ഷ്യം ഈ എന്ന് പറയുന്ന അക്ഷരം പഠിപ്പിക്കലല്ല. അതാണ് ഭാഷ ഒരു മാധ്യമം മാത്രമാണ്. ഭാഷയിലൂടെ സ്വന്തം സംസ്കാരം ആർജിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഈ ഭാഷാ പ്രവർത്തനം, അല്ലാതെ ഒരു ഭാഷ പഠിപ്പിക്കൽ പ്രവർത്തനം അല്ല മലയാളം മിഷൻ നടത്തുന്നത്. ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കൾച്ചറിലേക്ക് നമ്മളെ കുട്ടിയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ പെരിയാറെ എന്നൊരു പാട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പെരിയാറ് എന്ന് പറയുന്നതിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. എനിക്കൊരു നാടുണ്ടെന്നും ആ നാട്ടിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അത്രേ പെരിയാറെന്നും അതെനിക്കൊന്ന് കാണണമെന്നും, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എത്ര നദി എൻ്റെ നാട്ടിലൂടെ ഒഴുകുന്നുണ്ട് എന്നുമൊക്കെ ചിന്തിക്കാനും ആ അർത്ഥത്തിലേക്ക് സംസ്കാരത്തിന്റെ നട്ടെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനാണ് മലയാളം മിഷൻ. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ഞങ്ങൾ സപ്പോർട്ടിംഗ് ഫെസിലിറ്റികളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പിരിയുന്നു രേണുക്കെ നാം 2 പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. അംശം വഴി എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue.